നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. പാലക്കാട് മൂത്താന്തറ ശ്രീ കാച്ചനാംകുളം തിരുപുരായ്ക്കൽ കണ്ണകി ഭഗവതി ക്ഷേത്രത്തിലെ വലിയ ആറാട്ട് മഹോത്സവം മേടമാസത്തിലെ രേവതിക്ക് കൊടിയേറി പുണർദത്തിൽ മഞ്ഞൾ നീരാടി കലശാഭിഷേകത്തോടെ കൊടിയിറങ്ങുന്ന ഒരാഴ്ചക്കാലത്തെ ഉത്സവമാണ് വലിയ ആറാട്ട് മഹോത്സവം. ഇന്ന് വൈകിട്ട് പള്ളിവേട്ടയ്ക്കായി ഭഗവതി ആൽത്തറയിലേക്ക് എഴുന്നള്ളുന്നു. ഉത്സവത്തിൻ്റെ പ്രധാന നിവേദ്യമായ കൂട്ടുപായസ വിതരണം ക്ഷേത്രത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് നടന്നു. ആറാട്ട് ദിവസമായ ഏപ്രിൽ 23 വ്യാഴാഴ്ച കർണകിയമ്മൻ ഹൈസ്കൂൾ മൈതാനത്ത് തയ്യാറാക്കിയ സദ്യ പന്തലിൽ ജില്ലയിലെ ഏറ്റവും ബൃഹത്തായ സമൂഹ സദ്യയിൽ നാനാജാതി വിഭാഗത്തിലെ ജനങ്ങളുടെ 10,000 ഭക്തർ പങ്കെടുക്കും. ആറാട്ട് ഭഗവതി എഴുന്നള്ളുന്നു. ഉത്സവ കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് യശോറാം ബാബു, സെക്രട്ടറി ശ്രീജിത്ത്, ബി പ്രഭാകരൻ, യു ശബരി, എം ജെ ശ്രീനി, ആർ രഘുനാഥ്, ഡി സുദേവൻ, തേവർകുട്ടി, വി മോഹനൻ, SNP മണികണ്ഠൻ, എസ് ഗുരുവായൂരപ്പൻ, ശ്രീനിവാസൻ, ശ്രീറാം, ശരവണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വളരെ ഭക്തിപൂർവമായിരുന്നു ചടങ്ങ് നടന്നത്. നമസ്കാരം. മധുരാപുരി ചുട്ടരിച്ച് ചേരനാട്ടിലേക്ക് പലായനം ചെയ്ത കണ്ണകി ദേവിയോടൊപ്പം അനുഗമിച്ച ഭക്തരാണ് മൂത്താൻ സമുദായം എന്ന പേരിൽ പാലക്കാട് നഗരത്തിൽ അധിവസിക്കുന്നത്. തന്റെ നിരപരാധിയായ വധിച്ചതിന്റെ പതിവ്രതാഗ്നി സ്വരൂപിണിയായ കണ്ണകി ഭഗവതി മധുരാപുരി ചുട്ടരിച്ച് ചേരനാട്ടിലേക്ക് പലായനം ചെയ്ത് നടുപ്പൊതി മതത്തിൽ നിന്നും മൂത്താന്ത്ര എന്ന പ്രദേശത്തെത്തുകയും ആ കണ്ണകിയെ അനുഗമിച്ച ഒരു സമൂഹത്തിന് മൂത്താൻ സമുദായം എന്ന പേരില് തന്റെ കുലദൈവമാക്കിക്കൊണ്ട് ഇവിടെ ആരാധിച്ചു വരുന്നു. ഈ ക്ഷേത്ര സമുച്ചയത്തിനകത്ത് താന്ത്രിക വിധിയിലുള്ള കണ്ണകി ദേവിയും മന്ത്രവിധിയിലുള്ള ആഗമവിധിയിലുള്ള ശിവ പാർവതി സങ്കല്പത്തിലുള്ള 2 മഹാക്ഷേത്രങ്ങളാണുള്ളത്. കണ്ണകി ദേവിയുടെ വർഷത്തിലെ ആണ്ടിലുള്ള ഏറ്റവും വലിയ ഉത്സവമായ ആറാട്ടുത്സവത്തിന്റെ നാളുകളിലാണ് നമ്മളുള്ളത്. നാളെയാണ് ഭഗവതിയുടെ ആറാട്ടുത്സവത്തിന്റെ ഏറ്റവും പ്രധാന താന്ത്രിക ചടങ്ങായ മഞ്ഞൾ നീരാട്ട് നടക്കാൻ പോകുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഇന്ന് അമ്മയുടെ പ്രസാദ പായസമായിട്ടുള്ള കൂട്ടുപായസം എന്ന പേരില് മുഴുവൻ ഭക്തജനങ്ങളും 10,000 ഭക്തജന്മാർ അണിനിരന്നുകൊണ്ട് ഈ കൂട്ടുപായസം വീട്ടിലേക്ക് കൊണ്ടുപോയി അവർ പാനം ചെയ്യുന്ന ഒരു മഹത്കർമ്മം ഇവിടെ നടന്നു കഴിഞ്ഞു. അതിനായി 1000 ഭക്തന്മാർ ഇവിടെ വരിവരിയായി നിൽക്കുകയാണ്. തികഞ്ഞും ഭക്തിയുടെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ ദേവതിക്ക് കൊടികയറി നാളെ പുണർദം തിരുനാളിൽ ആ ഉത്സവം സമാപിക്കുന്ന ഉത്സവത്തിന്റെ നാളുകളാണത്. മുഴുവൻ ഭക്തജനങ്ങളും വലിയ ഉത്സവ ലഹരിയിലാണ്. നാളെ പാലക്കാട് ജില്ലയിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും വലിയ അന്നദാനമായ മഹാസമൂഹ സദ്യ നാളെ കർണകിയമ്മൻ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്നു. ഈ സമുദായത്തിന്റെ ഐക്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 10,000 ജനങ്ങൾ വരുന്ന സമൂഹ സദ്യ, 1000 ജനങ്ങൾ വരുന്ന കലാപരിപാടികൾ, 10,000 ഭക്തന്മാർ വരുന്ന ഈ ക്ഷേത്രാന്തരീക്ഷത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് ഒരു പോലീസ് പോലും ഇല്ലാതെ, ഒരു നിയമപാലകർ പോലും ഇല്ലാതെ മുഴുവൻ ഭക്തജനങ്ങളും ഐക്യത്തോടുകൂടി നടത്തുന്ന അമ്മയുടെ മക്കളാണ് ഈ മൂത്താൻ സമുദായത്തിലെ അംഗങ്ങൾ. അതിന്റെ ഒരുമയും അതിന്റെ പെരുമയുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലെ പങ്കെടുക്കുന്ന മുഴുവൻ ഭക്തർക്കും അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, കണ്ണകി അമ്മയുടെ ആശീർവാദം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവി ശരണം. എല്ലാ വർഷവും മേടമാസത്തിലെ പുണർദം നക്ഷത്രത്തിനാണ് കണ്ണകി ദേവിയുടെ ആറാട്ടുത്സവം. അത് രേവതി നക്ഷത്രത്തിൽ കൊടിയേറി തുടങ്ങി 8 ദിവസത്തെ ഉത്സവമാണ് വലിയാറാട്ട്. ഈ വലിയാറാട്ടിനോടുകൂടി ബന്ധപ്പെട്ട് ഈ കൊടിയേറി കഴിഞ്ഞാൽ കൊടിയേറ്റം മുതൽ
പുണർദം നക്ഷത്രം ആറാട്ടുവരെയും അണിമംഗലം തന്ത്രി രാമൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലും അവരുടേതായിട്ടുള്ള ആൾക്കാരുമാണ് ആറാട്ടിനായിട്ട് ഇവിടെ എത്തിച്ചേരാറുള്ളത്. ഈ ആറാട്ടുത്സവത്തിന്റെ ഈ വർഷത്തെ ഉത്സവം മാർച്ച് മാസം 20-ാം തീയതി തുടങ്ങി ഏപ്രിൽ മാസം 23-ാം തീയതി വരെ നടക്കുന്ന 34 ദിവസത്തെ കലാപരിപാടികളും ആത്മീയ പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി ഈ ക്ഷേത്ര സമുച്ചയം സംബന്ധിച്ച് ശാക്തേയം, ശൈവം, വൈഷ്ണവം ഇങ്ങനെ 3 തരത്തിലുള്ള സംസ്കാരമുള്ള ക്ഷേത്ര സമുച്ചയം കൂടിയാണ് ഇത്. ഇത് കേരളത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഈ ക്ഷേത്ര സമുച്ചയത്തിൽ നടക്കുന്ന ഈ ഒരു ഉത്സവം ഇവിടുത്തെ ഈ പ്രദേശത്തെ മാത്രമല്ല, ഈ പ്രദേശം വിട്ട് താമസിക്കുന്ന അനവധി പ്രദേശങ്ങളിലുള്ള മൂത്താന്മാരായിട്ടുള്ള ആൾക്കാർ ഈ ക്ഷേത്ര ഉത്സവത്തിനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട്. നാളെ നടക്കുന്ന പരിപാടി രാവിലെ 9 മണിയോട് കൂടിയിട്ട് ഇവിടുന്ന് മഞ്ഞൾ നീരാട്ടിനായിട്ട് പോകും. തിരിച്ച് 11 മണിയോട് കൂടിയിട്ട് ഭഗവതി ക്ഷേത്രാങ്കണത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് കണ്ണകമ്മൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈതാനമുണ്ട്. ആ മൈതാനത്ത് വെച്ചിട്ട് 17,000-18,000 ആൾക്കാരുടെ ഉള്ളിൽ വരുന്ന വലിയൊരു പ്രസാദൂട്ട്, ഒരു സമപന്തി, എല്ലാവരും തുല്യരാണെന്നുള്ള മാനസിക ബോധം ഉണ്ടാവാൻ തരത്തിലുള്ള ഒരു സമപന്തിയോടെ ഇവിടെ നടക്കും. ഇത് എല്ലാ കാര്യങ്ങളിലും ഒരു ആധ്യാത്മിക ചൈതന്യത്തെ മുൻനിർത്തിക്കൊണ്ട്, സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പ്രദേശത്തിന്റെ എല്ലാ മേഖലകളിലുള്ള എല്ലാ ആൾക്കാരും ഒരുമയോടുകൂടി ജീവിച്ച് ഒരുമയോടുകൂടി പ്രവർത്തിച്ച് ഈ ഒരു ഉത്സവത്തിന്റെ ബാക്കി ഭാഗം എന്തെന്ന് കേട്ടുകഴിഞ്ഞാൽ ഇനിയുള്ള കാലം, ശിഷ്ടകാലം മുഴുവൻ എല്ലാവിധ ക്ഷേമ ഐശ്വര്യങ്ങളോടുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കും എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണ്, ആ ഒരു ആശ്വാസം കൊണ്ടുകൊണ്ടാണ് എല്ലാ വർഷവും നടക്കുന്ന ഈ ആറാട്ടുത്സവം. ഈ ആറാട്ടുത്സവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള എല്ലാ ആൾക്കാർക്കും സഹകരിച്ച എല്ലാവർക്കും നന്ദിയും രേഖപ്പെടുത്തുന്നു. നാളെ നടക്കുന്ന വലിയാറാട്ടം ദിവസം നടക്കുന്ന വലിയ പരിപാടി, അതിനു വേണ്ടിയിട്ടുള്ള അലങ്കാരങ്ങളും ദീപങ്ങളും തട്ടക പ്രദക്ഷിണം വരുമ്പോൾ തട്ടകത്തിൽ മുഴുവൻ അണിവരഞ്ഞും കോലം വരഞ്ഞും ദീപാലങ്കൃതമായിട്ടുള്ള ഫോട്ടോ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള ഭഗവതിയെ സ്വീകരിക്കാൻ വേണ്ടി മുത്താന്തരയുടെ എല്ലാ ഭാഗങ്ങളിലുള്ള ആൾക്കാരും തട്ടക പ്രദക്ഷിണത്തിലെത്തുന്ന ദേവിയെ സ്വീകരിക്കും. രാത്രി 12 മണിയോട് കൂടിയിട്ട് 7 മണിയോട് കൂടിയിട്ട് ഈ വർഷത്തെ ആറാട്ടുത്സവം സമാപിക്കും. ഈ പരിപാടിയിൽ, ഈ മംഗളകരമായ ചടങ്ങിൽ എല്ലാവരും കൂടിച്ചേർന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടി ധന്യമാക്കാം ഈ ഉത്സവത്തെ എന്ന് അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അമ്മേ ശരണം, ദേവി ശരണം. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.